അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജാമ്യാപേക്ഷയുമായി പ്രതി ഷിംജിത കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവളെ ദ്രോഹിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഇവൾക്ക് ജാമ്യം കൊടുത്താല് നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളത് കോടതി വില കളയരുത്, ആ അമ്മയുടെയും അച്ഛന്റെയും വിഷമം മനസ്സിലാക്കണം. അങ്ങനെ വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ഈ ഷിംജിതക്ക് നേരെ വന്നിട്ടുള്ളത്. വീണ്ടും അവര് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്ത് ഉളുപ്പാണുള്ളത്. ഇപ്പൊ ഷിംജിത ഏറ്റവും സേഫായി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ജയിലിൽ. പുറത്തിറങ്ങി കഴിഞ്ഞാല് അത് സേഫ് അല്ല, അൺസേഫ് ആണ്. പല ഗൾഫിലോട്ടും പോകേണ്ടി വരും, പക്ഷെ ഗൾഫിൽ പോകാൻ കഴിയില്ല. ഇങ്ങനൊരു കേസ് നടക്കല്ലേ. എത്രയും പെട്ടെന്ന് കേരള പോലീസ് കുറ്റപത്രം സമർപ്പിക്കണം. അതിനുവേണ്ടി ഈ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ കുറച്ച് ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഫെമിനിസ്റ്റുകളുടെ യഥാർത്ഥ സ്വഭാവം ഞാനൊന്ന് കാണിച്ചു തരാം. പഴയ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്, കുത്തിപ്പൊക്കിയ തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ മൂക്കയർ ചേച്ചി ഉണ്ടല്ലോ, മൂക്കയർ ഫെമിനിസ്റ്റ്, അവര് ഈ മരണപ്പെട്ട മനുഷ്യനെയും അവരുടെ അച്ഛനെയും കളിയാക്കുന്ന ഒരു വീഡിയോ, സത്യം പറയട്ടെ എന്റെ ചങ്ക് തകർന്നു പോയി. അത് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ അറവാൾ നാക്കുള്ള അറക്കൽ ചേച്ചി ഉണ്ടല്ലോ, അതിനെ തേച്ചങ്ങ് ഒട്ടിക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ആദ്യം വാർത്തയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അതുകൂടാതെ ജനങ്ങളുടെ ജനരോഷവും ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടെ ഷിംജിതയുടെ അഭിഭാഷകൻ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ താൻ നിരപരാധി എന്നുള്ള ഒരു ആവർത്തനം തന്നെയാണ് ഇവിടെയും ഷിംജിത മുസ്തഫ നൽകുന്നത്. കാരണം കുന്നമംഗലത്തും അത് തന്നെയായിരുന്നു ഷിംജിത മുസ്തഫ ആരോപിച്ചത്. ഈ കേസിൽ താൻ നിരപരാധിയാണ് എന്നാണ് അന്ന് വാദിച്ചത്. ഈ വാദത്തെ അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് മനഃപൂർവ്വം ബോധപൂർവമാണ് ഷിംജിത ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാണ് വാദിഭാഗത്തിന്റെ അഭിഭാഷകൻ അന്ന് വാദിച്ചത്. മാത്രമല്ല ഈ വാദിഭാഗം പ്രധാനമായും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടായെന്ന് വാദിഭാഗം കോടതിയിൽ അന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ പ്രശസ്തിക്കും പോസ്റ്റുകൾക്കും കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പ്രതി ഇത്തരത്തിലൊരു കുറ്റം ചെയ്തതെന്ന് പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. കാരണം ഇവളെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ മൊഴിയെടുത്ത് വീട്ടിൽ പോയിട്ട് ചായം കുടിച്ചിരിക്കി, വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു പൊറോട്ട നാടകം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ജനരോക്ഷം തന്നെയാണ് ഒരു പക്ഷേ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഒരു കാരണമായത് എന്നുള്ളതാണ്. ഇവിടെയുള്ള യൂട്യൂബർമാര്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇവിടെയുള്ള സാധാരണക്കാരും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ ഷിംജിതക്ക് എതിരെ തിരിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവള് ജയിലിലേക്ക് പോയത്. ഇനി പുറത്തേക്ക് വരാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങള് അവൾക്ക് എതിരെയാണ് സംസാരിക്കുന്നത്. ആ സമയത്താണ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള രണ്ട് വ്യക്തി, അപകടമാണ് അവർ, അപകടം. അവര് മാത്രമാണ് വൃത്തികെട്ട രീതിയിൽ ഈ വിഷയത്തിനെ സമീപിച്ചത് എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ മൂക്കയർ ചേച്ചി പറയുന്ന ഈ വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. മരണപ്പെട്ടുപോയ മനുഷ്യനെയും അയാളുടെ അച്ഛനെയും എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഇരുന്ന് കളിയാക്കുന്നത്, നിങ്ങളൊന്ന് കേട്ടു നോക്കിയത്. ദീപകിന്റെ അമ്മേന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അച്ഛന്റെ സ്പേസ്, അതായത് അച്ഛന്റെ നാണക്കേടുള്ള വിഷമമുള്ള ഫേസുകളാണ് എനിക്ക് കാണാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിക്കരയുന്ന അങ്ങനത്തെ ഒരു സ്പേസ് അല്ല. അച്ഛന് ഭയങ്കര പ്രശ്നമുണ്ട് ഇതിനെ കുറിച്ച്. അച്ഛൻ എവിടെയോ അറിയാവുന്നവരെ എനിക്ക് തോന്നി. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എന്റെ മോനെ നീ അങ്ങനെ ചെയ്ത് കാണും, ഇങ്ങനത്തെ ഒരു ഫീൽ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തമാശയായിട്ട് പറയുന്നത്, എനിക്ക് അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവും, ചോറിനണം വേറെ വല്ല സാധനങ്ങൾ തിരിഞ്ഞിരുന്ന് തിന്നുണ്ടെങ്കിൽ അത് തോന്നുമെന്നുള്ളതാണ്. ഇവർ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ മരണപ്പെട്ടു പോയ മനുഷ്യനെ അയാളുടെ അച്ഛനെയൊക്കെ കളിയാക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ ദീപകിന്റെ ഫാമിലി രംഗത്ത് വരികയും ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും വേണമെന്ന് എനിക്ക് പറയാനുള്ളത്. ദീപകിന്റെ ഫാമിലി ഇത് കാണുന്നില്ല എങ്കിൽ അത് അവർക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അതായത് മരണപ്പെട്ടു പോയ ആ ഒരു മനുഷ്യൻ അത് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ അതൊരു നാണക്കേടായി തോന്നി എന്നൊക്കെ പറയുമ്പോൾ, ഒരു പുരുഷനായിരുന്നുവെങ്കിൽ മുഖത്തുനിന്ന് കൈയെടുക്കാതെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇത് സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് പറയാനും പറ്റില്ല. കാരണം ഭയങ്കര സുരക്ഷയാണ്. ഷിംജിതയെ പോലെയുള്ള ആളുകൾക്ക് ഭയങ്കര സുരക്ഷയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സുരക്ഷ എന്നുള്ളതാണ്. ഇനി മൂക്കയർ ചേച്ചീനെ ഈ കോലത്തിലല്ലേ കണ്ടിട്ടുള്ളൂ, നമുക്ക് വേറൊരു കോലത്തിൽ കണ്ടാലോ? ഒന്ന് കണ്ടോക്കിയേ. ഇങ്ങനെ കണ്ടാലോ ഒരു പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. 1 2
തെണ്ടി നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയും. ഈ ഒരു മോദം വെച്ചോടാ നിന്റെ മോത്ത് ആര് നാശിച്ച നാറി, പരമച്ചെറ്റ നാറി. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. സംസ്കാരമില്ലാത്ത കുടുംബം. പറയേണ്ടതൊക്കെ കൃത്യമായി എഡിറ്റ് ചെയ്തിട്ട് ആള് വെച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. തൂറി വെക്കുന്നൊക്കെ പറഞ്ഞ വാക്കിന് കറക്റ്റ് പറ്റിയ ആ ഒരു ഫിഗറായിട്ട് തന്നെയാണ് ആൾ ഇരിക്കുന്നത്. കൊള്ളാം. അതാണ് അവര്. വൈറലാവാൻ വേണ്ടിയിട്ട്, ഫേമസ് ആവാൻ വേണ്ടി തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത് വ്യക്തമാവുന്നുണ്ട്. ഷിംജിത് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറലാവാൻ വേണ്ടി ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇനി ശ്രീലക്ഷ്മി അറക്കലും കൂടി അങ്ങ് പോകുന്നത് കാണണ്ടേ? ശൂന്യാകാശത്തൊക്കെ ഒന്ന് കണ്ടോക്കിക്കോളൂ. ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ആ ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തലച്ചോറ് ഫെമിനിസത്തിന് കൊടുത്താൽ ഇതാണ് പ്രശ്നം. ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ പുട്ടന്റെ പാട്ടുകൾ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ മെൻസ് ആൾക്കാരെല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ഇറങ്ങണം, ഇളകിയില്ലായിരുന്നെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു? ഒരിക്കലും ഇല്ല. ഇവിടെയുള്ള ആളുകളെല്ലാം കൂടി ഇളകിയതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ പുട്ടന്റെ പാട്ടുകൾ നിന്നു. അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ത്രീകൾ ഒരു പരാതി കൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പൊ ഇത് ഇവിടെ തീരും. ഇത് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ കോടതിയെ മാറുന്നത്. അപ്പൊ ഈ ഷിംജിത കേസ് കൊടുത്തിട്ടുണ്ടോ? ഓർമ്മകൾ പോയി. ശരിക്കും എനിക്കിത് കാണുമ്പോ ഒരു സങ്കടമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ ആണുങ്ങൾ ബഹളം വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല, അവിടെ ചെയ്ത് തെറ്റല്ല, അവള് ചെയ്ത് ശരിയാണ്. ഇവരും വൈറലാകാൻ വേണ്ടി തന്നെ വന്നതാണെന്നുള്ളതാണ്. ആ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കൂടി ഒന്ന് വന്നോട്ടെ ചേച്ചി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് റിയാക്ട് ചെയ്യാം. ആ വീഡിയോ എങ്ങനെ ഒരു 300K വ്യൂ അല്ലെങ്കിൽ ഒരു 1 മില്യൺ വ്യൂ എങ്ങനെ ആക്കാന്നാണ് ആദ്യം ഷിംജിത നോക്കിയത്. അല്ല ഷിംജിത ഇതിന് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോയിട്ടില്ല. കണ്ണടച്ചുറങ്ങു മൺകുട്ടനെ ഒന്നു കൊല്ല വിളിച്ചെന്റെ ദൈവേ. സതീദേവി പറഞ്ഞെന്താണ്? അവര് ആ പുരുഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറയാം. ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ പുട്ടന്റെ പാട്ടുകൾ നിന്നു. ആ കാര്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിട്ടാക്കുക. കണ്ണടച്ചുറങ്ങു മൺകുട്ടനെ ഒന്നു കൊല്ല വിളിച്ചെന്റെ ദൈവേ. സത്യത്തില് കലാഭവനിയുടെ ഈ ഒരു പാട്ടും ഈ സ്ത്രീയുടെ നാക്കും ചേർത്ത് വെക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നൂല്ലേ? ഒരു മനുഷ്യനെ കൊന്നു കൊല വിളിച്ചവന്റെ കൂടെ നിൽക്കുന്ന ഇവരെ പോലെയുള്ള കൂത്തറകളെ വേറെ വാക്ക് ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇത് ഇവിടെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാ. വീഡിയോ ഓഫ് ആക്കിയിട്ട് 4 ഡയലോഗ് അടിച്ചോളെ, കാറിൽ ഇരുത്തിട്ട് ആരും കേൾക്കൂലല്ലോ. ഓക്കെ, അപ്പോ മൂക്കയർ ചേച്ചിയും അറവാൾ നാക്കുള്ള അറക്കൽ ചേച്ചിയും ചേർന്നുകൊണ്ട് ഈ ഊളത്തരം പറഞ്ഞതിന് അതിന് ദൈവം കാലം കൊടുത്തുകൊള്ളും അല്ലേ? ആ ഒരു സ്ത്രീക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത്. ഷിംജിത് ജയിലിന് അകത്ത് തന്നെയാണ് കിടക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ജനരോക്ഷം എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, വായിച്ചു തരാം. ഹൈക്കോടതി ചിലപ്പോൾ ഇവൾക്ക് ജാമ്യം കൊടുക്കുമായിരിക്കും. ജനങ്ങൾ സംഘടിക്കണം, വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇവളെ മാന്യമായി സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ജാമ്യം കൊടുക്കരുതേ, പാവപ്പെട്ട പുരുഷന്മാർ ജീവിക്കട്ടെ, ആൺമക്കൾ സഹോദരന്മാരും ഉള്ളവരാണ് ഞങ്ങൾ. ഇവളുടെ മയ്യത്തും കബറും നാട്ടുകാരുടെ ചെലവിൽ എടുക്കേണ്ടതായിട്ട് വരും. പുറത്ത് വന്നാൽ അവൾ അകത്താണ് എന്തുകൊണ്ടും സേഫ്. അത് ആ താടകയോട് വക്കീല് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കറക്റ്റ് പോയിന്റാ. ജാമ്യം കിട്ടിയേക്കും, പക്ഷേ അവൾ മരിച്ചതിന് തുല്യമാണ്. നാട്ടുകാർ കൈകാര്യം ചെയ്യണം. അവൾക്ക് ജാമ്യം കൊടുക്കരുത്. കൊലയാളിയാണ് അവൾ. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും ബസ്സിൽ കയറി ആ തെമ്മാടിത്തരം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ആണുങ്ങൾ നോക്കി നിൽക്കില്ല, അവർ കൈകാര്യം ചെയ്തെന്നും വരാം. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. അവൾക്ക് തൂക്കുകയർ കൊടുക്കണം. കൊടുക്കരുത് ഇവൾക്ക് ജാമ്യം. മേൽക്കോടതി ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ലാതെയാവും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും. ജനങ്ങൾക്ക് ആ അമ്മയുടെ വിലാപം സഹിക്കുവാൻ സാധിക്കുകയില്ല. അമ്മയുടെ വിലാപം ഈ ഭൂമിയിൽ അലയടിക്കുന്നു. ഒരിക്കലും പാടില്ല. ആ ചിത്രം മനസ്സിൽ നിന്നും പോകുന്നില്ല. പൊതുസമൂഹത്തിനുള്ള അമർഷം ഈ വിഷയത്തിൽ ഉണ്ട്. കോടതി സത്യത്തിനൊപ്പം തന്നെ ഇവർക്ക് അർഹമായ ശിക്ഷ കിട്ടണം. അത് മാതൃകാപരമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. അവൾക്ക് ജാമ്യം ഉടനെ കിട്ടണ്ട. പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ ചെയ്തത്. ഒരു പാപം ചെറുപ്പക്കാരനെ കൊലക്ക് കൊടുത്ത് വൃദ്ധ മാതാപിതാക്കൾക്ക് ആശ്രയമില്ലാതെയാക്കിയവളാണ്. കോടതി ആ പേരന്റിന് മുൻതൂക്കം കൊടുത്ത് ചിന്തിക്കണം. അതുപോലെ അവരെ ആര് നോക്കും? ഇത്രയും മിടുക്കനായ അവരുടെ ഒരേ ഒരു മോൻ ഇതുപോലെ ജീവിതം നശിപ്പിക്കപ്പെടേണ്ടി വന്നത് ഈ സ്ത്രീ ഒരുത്തി മൂലമാണ്. ഇവൾ അകത്ത് തന്നെ കിടക്കണം. അങ്ങനെ എങ്കിലും ആ പേരന്റിന് ഒരു സമാധാനം കിട്ടട്ടെ. അടുത്ത ആളെ കൊലക്ക് കൊടുക്കാഞ്ഞിട്ട് ധൃതിയായോ? ഒരുപാട് കമന്റുകൾ ഇതേപോലെ കിടക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയാലും നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്വസ്ഥത എന്ന് പറയുന്ന സാധനം കിട്ടില്ല. കാരണം ദീപക് നിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഒരു പാവ മനുഷ്യൻ, നീ എങ്ങനെ കിടന്നുറങ്ങും? ജീവിതവും പോയി നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതുതന്നെയാണ്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുകയാണ് നല്ലത്.
നാട്ടിൽ ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ല. ഒരു പാവത്തിന്റെ ശാപം കൂടെ തന്നെ ഉണ്ടാകും. ജാമ്യം കൊടുക്കരുത് കോടതി, ഒരിക്കലും ജാമ്യം കൊടുക്കരുത്. കുറച്ചുനാൾ ജയിലിൽ കിടന്നു റീൽ ചെയ്യട്ടെ, അപ്പോൾ അവൾക്ക് മനസ്സിലാകും റിയൽ ലൈഫും റിയൽ ലൈഫും. ഒരു കൂട്ടം കമന്റ് ഇതേ രീതിയിൽ വന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനരോക്ഷം ഇതാണ്. ജാമ്യം കൊടുക്കരുത്, ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കൊടുക്കരുത്. എന്തിനാണ് ഇവർക്കൊക്കെ ജാമ്യം? ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. പർദ്ദയൊക്കെ ഇട്ട് ആരും അറിയാത്ത രീതിയിൽ നടക്കേണ്ടി വരും. ഇവളെ പോലെ ഒരാളും ഇനിയും ഉണ്ടാവരുത്. ഒരാൾക്ക് നേരെയും കള്ളപ്പരാതി കൊടുക്കരുത്. ജെനുവിനായുള്ള കേസ് അത് കൊടുക്കൂ, ജെനുവിനായി തന്നെ പ്രതികരിക്കൂ. എന്തിനാണ് ഈ ഊളത്തരം കാണിക്കുന്നത്? ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം കേട്ടോ. ഈ പ്രതികരണം കേട്ടുകൊണ്ട് കോടതി ഇവൾക്ക് ജാമ്യം കൊടുക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കൊടുക്കരുത്, അത്ര തന്നെ. പിന്നെ മൂക്കയർ ചേച്ചിയും നമ്മുടെ അറക്കൽ ചേച്ചിയും അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കൺമുന്നിൽ കണ്ടാല് അടുത്തുകൂടെ ഒന്നും പോവല്ലേ. കാരണം നല്ല ഒന്നൊന്നര വിഷമാണ്. അടുത്തുകൂടെ പോയാൽ തന്നെ നമ്മള് വീണങ്ങ് ചത്തുപോകും. അമ്മാതിരി ഊള സ്വഭാവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ പറ, ഷിംജിതക്ക് ജാമ്യം കിട്ടണം? കമന്റ് ചെയ്യും. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.